നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കോർട്ട് ഓർഡറിന്റെ ബലത്തിൽ ജാമ്യത്തിൽ വിടുന്നതിന്റെ അർത്ഥം ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്നും ഞാൻ നിന്നെ റിലീസ് ചെയ്തു എന്നല്ല. ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടാവും. എങ്ങനെയെങ്കിലും വരുണെ ജാമ്യത്തിൽ ഇറക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ചെയ്യണം. ഓക്കെ മാഡം. റാം സാർ വന്നിട്ട് നേരിട്ട് പൊക്കോളും. പിന്നെ ഞാനതിന് ശേഷം മേഡത്തെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി, താങ്ക് യു. ശ്യാമേ, അഡ്വക്കേറ്റ് എന്താ പറഞ്ഞേ? ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. സിമ്പിൾ ആയിരിക്കും എന്നും പറഞ്ഞു. ശ്യാമ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പറയുന്നത് കൊണ്ട് വിരോധമല്ലോന്ന് തോന്നൂ. എന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ്. ഇല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കില്ലല്ലോ. അതെ, വരുൺ രാധികയുടെ അനിയത്തിയുടെ ഭർത്താവല്ലേ? പക്ഷെ വരുണിന്റെ കാര്യം പറയുമ്പോഴും അതിന്റെ പേരിൽ വിഷമിക്കുമ്പോഴും രാധികയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശ്യാമ ശ്രദ്ധിച്ചായിരുന്നോ? അത് ഒരു ബന്ധുവിന് അപകടം പറ്റിയതായിട്ട് മാത്രമാണോ? എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചേച്ചിക്ക് മാത്രമല്ല, എനിക്കും തോന്നി. വരുൺ അറസ്റ്റിലായതിൽ വല്ലാത്തൊരു പ്രാണം പിടിച്ചിൽ പോലെ അവക്ക് അല്ലേ? ആ, രാധികയുടെ ഒരു സ്വഭാവം വെച്ച് കുടുംബ ചുറ്റുപാടുകളും ഒക്കെ വെച്ച് നോക്കുമ്പോ ആരോടും അങ്ങനെ തോന്നാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊരിക്കലും മോളോട് ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഇതാലോചിച്ച് കൂടുതൽ വിഷമിക്കാൻ പാടില്ല. ഇനി ഇതുപോലൊരു അവസരം വന്നാലേ നമുക്ക് ചോദിക്കാൻ പറ്റൂ. ഞാൻ ചോദിക്കുന്നില്ല. അത് ചേച്ചിക്ക് ഞാൻ വിട്ടിരിക്കുക പോരെ? മേ കം ഇൻ സർ? വരും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. ജാമ്യം അല്ലേ? കുറച്ച് കുഴഞ്ഞ കേസാണല്ലോ വക്കീലേ. ഞാൻ അയാളെ ചോദ്യം ചെയ്ത് തീർന്നിട്ട് പോലുമില്ല. സോ ജാമ്യത്തിന്റെ കാര്യം തൽക്കാലം നടക്കില്ല. എന്താണ് അയാളുടെ പേരിലുള്ള ചാർജ്? അയാൾ അയാളുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുള്ള തെളിവ്? ആ തെളിവിന് വേണ്ടിയാണ് എനിക്ക് അയാളെ ചോദ്യം ചെയ്യേണ്ടത്. ഐ എം സോറി സർ. പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ കൊണ്ടുവന്നിരുത്തി അയാളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന തെളിവിന്റെ കഥകൾ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വരുണിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്ന് അനുവദിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട പരമേശ്വരൻ വരുണിനെ കുറിച്ച് പരാതി പറഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, വരുണിന്റെ കുടുംബക്കാർ വരുണിനെ തള്ളി പറഞ്ഞു. അവർ തമ്മിൽ വൈരാഗ്യമുണ്ടെന്ന് തെളിയിക്കാൻ കൃത്യമായ എന്തെങ്കിലും അനുഭവങ്ങൾ അറ്റ്ലീസ്റ്റ് ആ വീട്ടിലെ ജോലിക്കാരനോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിലെ ഒരാളെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? Then how can you frame a case like this? വക്കീലേ, പഠിച്ചു വെച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നോട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ അതിനൊരു സ്ട്രെയിറ്റ് ആൻസർ എനിക്കുണ്ടാവണം എന്നില്ല. പക്ഷേ ഇതിനു മുമ്പ് നടന്ന 100 കേസുകൾ പകരമെടുത്ത് എനിക്ക് കാണിക്കാൻ പറ്റും. പോലീസിന്റെ എഫിഷ്യൻസി തെളിയിക്കാനുള്ള സിറ്റുവേഷൻസ്. മറിച്ച് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ സർ. നിങ്ങൾ വളച്ചൊടിച്ച എത്രയോ കേസുകളുടെ കഥകൾ ഞാൻ പറഞ്ഞു തരണം. സോ നമുക്കത് വിടാം. എന്റെ കക്ഷി വരുണിന് ജാമ്യം കിട്ടിയേ പറ്റൂ. നടക്കില്ല. ഇതായിരിക്കും നിങ്ങളുടെ മറുപടി എന്ന് എനിക്ക് നേരത്തെ അറിയാം. സോ ഒരു കോർട്ട് ഓർഡർ കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമെന്ന് നോക്കൂ. ഈ നാട്ടിൽ ക്രിമിനലിസം വളർത്തുന്നത് നിങ്ങളെപ്പോലുള്ളവരാണ് വക്കീലേ. പുറത്തെത്തിക്കാൻ നിങ്ങളെപ്പോലുള്ളവരുടെ മിടുക്കാണ് ഇവരുടെയൊക്കെ ആയുധം. സർ,
സംശയത്തിന്റെ പേര് പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്തു. അയാളുടെ ക്യാരക്ടർ, അയാളുടെ ലൈഫ് സ്റ്റൈൽ, അയാൾ ആരെയൊക്കെ സിൻസിയറായി സ്നേഹിക്കുന്നു, ആരെയൊക്കെ വെറുക്കുന്നു, അതൊക്കെ നോക്കേണ്ടതല്ലേ? ഏറ്റവും ചുരുങ്ങിയത് അധികാരത്തിനോടോ പണത്തിനോടോ അയാൾക്ക് താല്പര്യമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണ്ടേ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. വരുണിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചത് സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ എന്റെ മുൻപിൽ നിരത്താൻ എന്തെങ്കിലും ഒരു വാദം ഉണ്ടെങ്കിൽ ഈ കോർട്ട് ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് വരുണിനെ നിങ്ങളുടെ മുൻപിൽ വിട്ടുതരാം. ഉണ്ടോ സർ? വേണ്ടടോ വക്കീലേ, തൽക്കാലം താൻ അവനെ കൊണ്ടുപോകും. അവനെയും കൊണ്ടുപോവാ, ആ വരുണിനെ. ഓക്കെ സാർ. വാ. ദാ, ഇയാള് തന്നെ പുറത്തിറക്കാൻ ആവശ്യമുള്ള കോർട്ട് ഓർഡറും വാങ്ങി വന്നതാ. കാര്യങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തപ്പോ ഇതുകൂടി മുന്നേ പ്ലാൻ ചെയ്തു അല്ലേ? കോർട്ട് ഓർഡറിന്റെ ബലത്തിൽ ജാമ്യത്തിൽ വിടുന്നതിന്റെ അർത്ഥം ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്നും ഞാൻ നിന്നെ റിലീസ് ചെയ്തു എന്നല്ല. ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടാവും. ഇതുപോലെ ഒരു കോർട്ട് ഓർഡറിനും തന്നെ രക്ഷിക്കാനാവാത്ത വിധം തന്നെ പൂട്ടുന്നത് വരെ. ഒക്കോ, നമുക്ക് കാണാൻ വക്കീലേ. കാണാം കാണാം. സർ. ആ, അല്ല, നിങ്ങൾ ഞാൻ അഡ്വക്കേറ്റ് റാം. എന്നെ പുറത്തിറക്കാൻ വേണ്ടി നിങ്ങൾ ആരെ ചുമതലപ്പെടുത്തിയത്? എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആണോ? അല്ല. പിന്നെ തൽക്കാലം വരുൺ പുറത്തിറങ്ങിയല്ലോ, അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. റൈറ്ററുടെ അടുത്തുനിന്ന് ഒപ്പിട്ടിട്ട് വേണം പോവാൻ. വെക്കോളൂ. വരൂ. വാ. ഹലോ, എന്തായി സർ? ആ, ജാമ്യം നിഷേധിക്കാൻ ഡിവൈഎസ്പി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ കോർട്ട് ഓർഡർ എടുത്ത് കൈ കൊടുത്തപ്പോൾ പിന്നെയൊക്കെ വേറൊന്നും പറയാനില്ലാതായി. വരുണിനെ വിട്ടു. ഓ, താങ്ക് യു. മാഡം പറഞ്ഞതുപോലെ ആര് പറഞ്ഞിട്ടാ ഇടപെട്ടെന്നുള്ളത് വരുൺ സാറിനോട് ചോദിച്ചിരുന്നു. സാറ് മാഡത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.